ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലാണ് സ്ത്രീകൾക്ക് ആ ഒരു സ്നേഹം ഫീൽ ആവുക അല്ലെങ്കിൽ അവർ ഓൺ ആവുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് പറയുന്നത്, അവർ ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഇപ്പം എന്തെങ്കിലും അവർ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒപ്പീനിയൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു സജഷൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ നിങ്ങളത് അംഗീകരിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നീ കറക്റ്റാണ്, നീ റൈറ്റാണ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കാലിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ തടവി കൊടുക്കുന്നത് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹെയറിൽ തലോടി കൊടുക്കുക അല്ലെങ്കിൽ ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ആക്ടിവിറ്റീസും അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത്, അവരുടെ കൈകൾ ഹോൾഡ് ചെയ്യുക, കയ്യിൽ പിടിക്കുക, ചെറിയ രീതിയിൽ തലോടുക, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ അവരെ കൈ പിടിച്ച് നടക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം, ആ ഒരു കെയർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യാൻ അതൊരു കാരണമായി തീരുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുറകിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹഗ് ചെയ്യുന്നത് പലപ്പോഴും അവർക്ക് സ്നേഹം കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ലഭിക്കുന്നതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ചെറിയ കാര്യമായിക്കോട്ടെ, വലിയൊരു സാധനമായിക്കോട്ടെ, എന്താണെങ്കിലും സംതിങ് അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക. അത് വില പിടിച്ചതല്ലെങ്കിൽ കൂടി അവർ ഭയങ്കരമായിട്ട് അതിൽ സന്തോഷം കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അതിലൂടെ നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും അതിലൂടെ അവർക്ക് നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇടയ്ക്കെങ്കിലും നമ്മൾ അവരോട് ഇഷ്ടമാണ് എന്നുള്ളത് തുറന്നു പറയുക. ഓൾറെഡി ഇഷ്ടത്തിലാണ്, അതുകൊണ്ടാണ് കമ്മിറ്റഡ് ആയത്, ഇതെല്ലാം നമുക്കറിയാം. എന്നാലും നമ്മൾ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇടയ്ക്ക് പറയുന്ന സമയത്ത്, അവരത് കേൾക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യിപ്പിക്കാനും ഒക്കെ ഇത്തരത്തിൽ ഐ ലവ് യു എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷോൾഡറിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെയധികം ബെറ്ററാണ്. അവർക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ ഇത് ഒരു കാരണമായി തീരും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇനി അതല്ല, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരെ ഹാപ്പി ആക്കുന്ന, അവർക്ക് കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്വല്ലറി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത്. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോൾഡ് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. കഴിവുണ്ടെങ്കിൽ ഗോൾഡ് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അവർ ധരിക്കുന്ന മാല ആയിക്കോട്ടെ, വള ആയിക്കോട്ടെ, റിങ്സ് ആയിക്കോട്ടെ, അവരെന്താണോ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ആ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരു സ്നേഹം ഫീൽ ചെയ്യാനും അവർക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനും വളരെയധികം ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏകദേശം 10ഓളം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഈ 10 കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിലൂടെ അവർ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവും, ഓണാവും. മാത്രമല്ല, അവർക്ക് അവരെ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകുകയും അതുവഴി അവർ നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും ഒരു കാരണമായി തീരും.
റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്